സ്നേഹമുള്ളവരെ, ഇന്ന് കൈത്താക്കാലം 4-ാം ഞായറാഴ്ചയാണ്. ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 52 വരെയുള്ള തിരുവചന ഭാഗമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തെ ഉപമകളുടെ അധ്യായം എന്നാണ് പറയുന്നത്. വിതക്കാരൻ്റെ ഉപമയോടുകൂടിയാണ് ഈ അധ്യായം തുടങ്ങുന്നത്. അതിനുശേഷം ഈശോ വിതക്കാരൻ്റെ ഉപമ വിശദീകരിക്കുന്നു. പിന്നീട് കളകളുടെ ഉപമ പറയുന്നു, കളകളുടെ ഉപമ വിശദീകരിക്കുന്നു. പിന്നീട് പുളിമാവിൻ്റെയും കടുകുമണിയുടെ ഉപമ പറയുന്നു. ഏറ്റവും അവസാനമായിട്ട് ഈ അധ്യായത്തിൽ പറയുന്ന ഉപമകളാണ് നമ്മുടെ ധ്യാന വിഷയം. അത് നിധിയുടെയും രത്നത്തിൻ്റെയും വലയുടെയും ഉപമകളാണ്. ഈ ഉപമകളുടെ ഒരു പ്രത്യേകത മറ്റു ഉപമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംക്ഷിപ്തമായി പറഞ്ഞ ഉപമകളാണ്. ഈ 3 ഉപമകളും കൂടി 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾക്കുള്ളിൽ ഒതുക്കുകയാണ്. അപ്പോൾ സംക്ഷിപ്തമായി പറഞ്ഞ ഉപമകളാണിത്. യഹൂദ ചരിത്രത്തിൽ, യഹൂദ സാഹിത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ഉപമകൾ എന്ന് പറയുന്നത്. ഗഹനമായ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി സംഭവ്യമായ ചില കാര്യങ്ങളോട് ചേർന്ന് അതിശയോക്തി കൂടെ, ഭാവന കൂടെ ചേർത്തിട്ട് പറയുന്ന കാര്യങ്ങളായിരുന്നു ഉപമകൾ. പക്ഷേ യഹൂദർ പറഞ്ഞിരുന്ന ഉപമകളൊക്കെ കൂടുതൽ സങ്കീർണങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ ഈശോയുടെ ഉപമകൾ വളരെ ലളിതമാണ്. നിത്യചൈതന്യതി മനുഷ്യപുത്രനായ യേശു എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈശോയുടെ ഉപമകളുടെ സവിശേഷതകളെക്കുറിച്ച്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ ഒരു വയലോരത്തിലൂടെ പോകുമ്പോൾ വിതക്കാരൻ വിതയ്ക്കുന്നത് കണ്ടു. ഉടനെ തന്നെ അവൻ പറഞ്ഞു, സ്വർഗരാജ്യം വയലിൽ വിതയ്ക്കപ്പെട്ട വിത്തിന് തുല്യമാണ്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് തിബേരിയസിൻ്റെ കടൽ തീരത്ത് മീൻ പിടിക്കാൻ വേണ്ടി വള്ളം ഇറക്കുന്ന മുക്കുവരെ കണ്ടു. അപ്പോൾ ഈശോ അവൻ പറഞ്ഞു, സ്വർഗരാജ്യം കടലിലെറിയപ്പെട്ട വലയ്ക്ക് തുല്യമാണ്. വീണ്ടും പോകുമ്പോൾ യൂദയായുടെ മലഞ്ചെരുവുകളിൽ ആടുകളെ തീറ്റിക്കൊണ്ടിരുന്ന ആട്ടിടയന്മാരെ കണ്ടു. അവരെ കണ്ടിട്ട് ജനക്കൂട്ടത്തോട് അവൻ പറഞ്ഞു, ഞാൻ നല്ലിടയനാണ്. യഹൂദരുടെ സാധാരണ ജീവിതങ്ങളിൽ നിന്ന് മെനഞ്ഞെടുത്ത കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈശോ സ്വർഗരാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തത്. സ്വർഗരാജ്യം എന്താണ് എന്നും അതിൻ്റെ സ്വഭാവം എന്താണ് എന്നും പറയാൻ വേണ്ടിയാണ് ഈശോ ഉപമകൾ ഉപയോഗിച്ചത്. അത് സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു താനും. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകും, എന്നാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ഉപമകൾ പറയുന്നത് എന്ന് ഈശോ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഉപമകൾ ഈശോ പറയുന്നത്, ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഈശോ കടലിനെ ശാന്തമാക്കിയ ദിവസം തന്നെയാണെന്നാണ്. അതിനുശേഷം തിബേരിയസിൻ്റെ കടൽത്തീരത്തിൻ്റെ ഒരു വശത്ത് വള്ളം മകലേക്ക് മാറ്റി ഇടാൻ പറഞ്ഞതിന് ശേഷം ആ വള്ളത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ ഉപമകളെല്ലാം ഈശോ പറഞ്ഞത് എന്ന് ചില ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് ഇതിനെ ഉപമകളുടെ ദിവസം എന്നും അവർ പറയുന്നുണ്ട്. നമ്മൾ ഈ ഉപമകളിലേക്ക് നേരിട്ട് വന്നാൽ ഈ ഉപമകളുടെ ഈ 3 ഉപമകളുടെ പ്രത്യേകത ഇതാണ്. ഒന്നാമത്തെ ഉപമ നിധിയുടെ, വയലിൽ മറഞ്ഞിരുന്ന നിധിയുടെ ഉപമയാണ്. അത് ഈശോ പറയുന്നതിൻ്റെ സാഹചര്യം ഇതാണ്: ഇസ്രായേൽ ജനം വൈദേശിക ശക്തികളുടെ ആക്രമണങ്ങൾക്ക് പലപ്പോഴും വിധേയരായിരുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ അവർ തട്ടിയെടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി വിസ്തൃതമായ വയലോരങ്ങളിൽ അവ കൊണ്ടുപോയി അവർ മറച്ചു വെച്ചിരുന്നു. വിസ്തൃതമായതിനാൽ അതിൽ നിന്ന് എവിടെയാണ് ഇതെന്ന് കണ്ടെത്തുക ശത്രുക്കൾക്ക് എളുപ്പമായിരുന്നില്ല. എന്നാൽ ഇത് ഒളിച്ചു വെച്ചിരുന്ന ആൾക്കറിയാമായിരുന്നു താനും. കാലങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ജോസഫൂസ് എന്ന് പറയുന്ന യഹൂദ ചരിത്രകാരനും കൂടെ പറയുന്നുണ്ട്. AD 70 റോമാക്കാരുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതേപോലെ യഹൂദജനം പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. വയലുകളിൽ നിധികളൊക്കെ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്ന് യഹൂദ ചരിത്രകാരൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ നിധികൾ ഒളിപ്പിച്ചു വെച്ചിട്ട് ചിലപ്പോൾ ഈ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആളുകൾ മൃതിയടഞ്ഞു പോയിരുന്നിരിക്കാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പിന്നീട് എപ്പോഴെങ്കിലും ഈ വയലിൽ പണി ചെയ്യുന്നയാളോ കൃഷിക്കാരനോ മറ്റാരെങ്കിലും ഒക്കെ ആയിരിക്കും ഈ നിധി കണ്ടെത്തുന്നത്. അവർ മാത്രമേ അറിയുന്നുള്ളൂ, മറ്റാരും അറിയുന്നില്ല. അതുകൊണ്ട് ഈ നിധി കൈവശപ്പെടുത്തണമെങ്കിൽ
ആ വയല് തന്നെ വാങ്ങിക്കേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിധി കണ്ടെത്തിയ മനുഷ്യൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയല് വാങ്ങിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സവിശേഷത അല്ലെങ്കിൽ ഈശോയിലുള്ള വിശ്വാസത്തിൻ്റെ അനന്യതയെക്കുറിച്ചാണ് ഈശോ ഇത് പറയുന്നത്. അല്ലെങ്കിൽ ക്രിസ്തുമാർഗത്തിൻ്റെ അനന്യത, സുവിശേഷത്തിൻ്റെ അനന്യതയെക്കുറിച്ചാണ്. നിത്യജീവനെ കണ്ടെത്തിയ ഒരു മനുഷ്യൻ അവൻ ഇതേമാതിരി പെരുമാറും എന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അത് വളരെ ഭോഷ്കായിട്ട് തോന്നും, വളരെ മൂഢതയായിട്ട് തോന്നും, വിഡ്ഢിത്തമായിട്ട് തോന്നും. പക്ഷേ ഈശോ പറയുന്നു അയാൾക്ക് മാത്രമാണ് ഇതിൻ്റെ അമൂല്യത എന്താണെന്നറിയാം. കാരണം അയാൾക്ക് അറിയാം ഇത് നിധിയാണ് എന്നറിയാം. അതുകൊണ്ടാണ് ആ വയല് വാങ്ങുന്നത്. അതുപോലെ നിധി സ്വർഗരാജ്യത്തെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തിയ ഒരുപാട് മനുഷ്യരുടെ ചരിത്രമാണ് ശരിക്കും കത്തോലിക്ക സഭയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ, പുണ്യവാന്മാരുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ. വലിയ പ്രഭുകുമാരന്മാരും കുമാരിമാരുമായിരുന്നു ഫ്രാൻസിസ് അസീസിയും ക്ലാര പുണ്യവതിയും ഒക്കെ. അവർ ഈ അമൂല്യമായ നിധി കണ്ടെത്തിയതിനാൽ ഇതെല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ പോവുകയാണ്. അങ്ങനെ എത്രയോ ഇഗ്നേഷ്യസ് ലയോള ഉൾപ്പെടെയുള്ള, ഫ്രാൻസിസ് സേവിയർ ഉൾപ്പെടെയുള്ള എത്രയോ മഹാന്മാരായ മനുഷ്യരാണിത്. ഈ വലിയ അമൂല്യമായ നിധി കണ്ടെത്തിയിട്ട് അതിനുവേണ്ടി സർവ്വം ത്യജിച്ച്. അതല്ലേ പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ പ്രതി എല്ലാം ഉച്ഛിഷ്ടമായി കരുതി, ഫരിസേയരിൽ ഒന്നാമനാണ് ഞാൻ. അങ്ങനെ പൗലോസ്ലീഹ തൻ്റെ ലൗകികമായ രീതിയിലുള്ള ഔന്നത്യം പറയുന്നുണ്ട്. അതിനുശേഷമാണ് പറയുന്നത് ഇതെല്ലാം ഞാൻ ഈശോയെ പ്രതി ഉപേക്ഷിച്ചു എന്ന് പറയുന്നത്. രണ്ടാമത്തത് നമ്മൾ കാണുന്നത് അമൂല്യമായ രത്നത്തിൻ്റെ ഉപമയാണ്. രത്നം, ശ്രേഷ്ഠമായ ഒരു രത്നം കണ്ടെത്തി കഴിയുമ്പോൾ അതിനുവേണ്ടി മറ്റുള്ളതെല്ലാം വിറ്റിട്ട് ആ രത്നം കൈവശമാക്കുന്ന ആളെക്കുറിച്ച് ഈശോ പറയുന്നു. അതും ദൈവരാജ്യത്തെക്കുറിച്ച് തന്നെയാണ്. ദൈവരാജ്യത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുമ്പോൾ തൻ്റെ സ്ഥാനമാനങ്ങളോ തൻ്റെ പണമോ പ്രൗഢിയോ അതെല്ലാം ഉപേക്ഷിക്കുന്നു. ഫ്രാൻസിസ് സേവിയർ കോളേജ് പ്രൊഫസറായിരുന്നല്ലോ. അതുപോലെ അങ്ങനെയുള്ള എത്രയോ മഹാന്മാരായ സമ്പന്നരായ അതുപോലെ തോമസ് മൂറിനെ കുറിച്ച് നമുക്കറിയാം. ചാൻസലറായിരുന്നു, ഇംഗ്ലണ്ടിൻ്റെ ചാൻസലറായിരുന്നു, വലിയ സാഹിത്യകാരനായിരുന്നു. പക്ഷേ ഈ സ്വർഗരാജ്യത്തെ പ്രതി അദ്ദേഹം എല്ലാം ഉപേക്ഷിക്കുകയാണ്. ഇങ്ങനെയുള്ള അനേകരായിട്ടുള്ള ആൾക്കാർ. അവസാനമായിട്ട് നമ്മൾ കാണുന്നത് ഇതാണ്, വലയുടെ ഉപമയാണ്. ആ വലയുടെ ഉപമയിൽ ഈശോ പറയുന്നു, വലയിൽ നല്ലതും ചീത്തയുമായ മത്സ്യങ്ങൾ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സഭയുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത ഇതാണ്, അതെല്ലാവരിലേക്കുമായിട്ട് നൽകപ്പെടുന്നതാണ്. അതിൽ നല്ലതും ചീത്തയും എല്ലാം ഉണ്ട്. അത് ഒരുമിച്ച് അവരെ എല്ലാം ഈ സുവിശേഷത്തിലേക്ക് ചേർക്കുന്നു, ദൈവരാജ്യത്തിലേക്ക് ചേർക്കുന്നു. പക്ഷേ ഈ ചീത്തയായിട്ടുള്ള ആളുകൾ അവർ പിന്നീട് നല്ലവരായിട്ട് മാറുന്നതിൻ്റെ സാധ്യതയാണ്. അതുകൊണ്ടാണ് ആദ്യം നല്ലതും ചീത്തയും തമ്മിൽ വേർതിരിക്കാത്തത്. പക്ഷേ യുഗാന്ത്യത്തിൽ പിന്നീട് നല്ലതും ചീത്തയും വേർതിരിക്കും. അപ്പോൾ ഈ കാലമുണ്ട്, മാനസാന്തരത്തിൻ്റെ ഒരു വലിയ കാലം ഉണ്ട്. ആ കാലത്ത് മാനസാന്തരപ്പെട്ടാൽ ഈ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി മാറും എന്ന സൂചന കൂടി ഈശോ പറയുകയാണ്. അവസാനം ഇതാണ് പറയുന്നത്, ദൈവരാജ്യത്തിൻ്റെ ശിഷ്യനായി തീരുന്ന ഓരോ നിയമത്തിനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യനാണ് എന്ന് ഈശോ പറയുന്നത്. പുതിയ നിയമവും പഴയ നിയമമാണ്. അതിൻ്റെ മധ്യസ്ഥരാണ് സ്വർഗരാജ്യത്തിൻ്റെ വക്താക്കൾ, സുവിശേഷത്തിൻ്റെ വക്താക്കൾ എന്നാണ് ഈശോ പറയുന്നത്. ഇതിൻ്റെ രണ്ടും ചേർന്നിട്ടാണ്. നമ്മൾ ഇവിടെ ഒരു കാര്യം കൂടെ കൂടുതലായിട്ട് നമ്മൾ ഓർക്കേണ്ടത്, നിത്യചൈതന്യതയുടെ വ്യാഖ്യാനങ്ങളിലെല്ലാം ഉണ്ട്. ഈശോ സാധാരണ ദൈവിക തത്വങ്ങൾ, മഹോന്നതമായ കാര്യങ്ങളെക്കുറിച്ച് ഈശോ പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്നു. ഈശോ പഴയ നിയമം അല്ല കൂടുതലായിട്ട് ഉദ്ധരിക്കുന്നത്, മറിച്ച് യഹൂദരുടെ തന്നെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള സംഭവങ്ങളും കഥകളുമാണെന്നുള്ളതാണ്. ഇപ്പോൾ ലളിതമായ രീതിയിൽ ആ കാര്യങ്ങൾ എടുത്തതിന് ശേഷമാണ് ഈശോ സ്വർഗരാജ്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്, തൻ്റെ ദൗത്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറക്കാതെയും ഇരിക്കണം എന്നുള്ളതാണ്. അതേസമയം തന്നെ പഴയ നിയമത്തിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് പഴയ നിയമവും ചേർത്തിട്ട് നമ്മൾ നമ്മുടെ വിശ്വാസ രീതിയിൽ മുമ്പോട്ട് പോകണം എന്നും ഈ ഭാഗം നമ്മളോട് പറയുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യത്തെ രണ്ട് ഉപമകളുടെ വ്യത്യാസം ഇതാണ്. ആദ്യത്തെ ഒരു ഉപമ, നിധി അപ്രതീക്ഷിതമായിട്ട് വയലിൽ നിധി കണ്ടെത്തുന്ന ഒരാൾ. രണ്ടാമത്തത്
ഈ ബലിയേറിയ രക്തത്തിന് വേണ്ടി അത് തേടിപ്പോകുന്നയാൾ. അതിൻ്റെ പ്രത്യേകത ഇതാണ്. ചില ആളുകൾ സ്വർഗരാജ്യത്തെ പെട്ടെന്ന് കണ്ടെത്തുന്നവരാണ്. അത് നല്ല കള്ളൻ പെട്ടെന്ന് കണ്ടെത്തിയ ആളാണ്. മഗ്ദലന മറിയം പെട്ടെന്ന് എന്നാൽ ചിലർ സത്യത്തെ തേടി കണ്ടെത്തുന്നവരാണ്. അതിനുവേണ്ടി അധ്വാനിച്ച് അതിലെ കണ്ടെത്തുന്നവരാണ്. അത് വിജ്ഞാനികളായ മനുഷ്യരാണ്. ഉദാഹരണത്തിന് നമ്മൾ കാണുന്ന വിശുദ്ധ ബൈബിളിൽ ഗ്രീക്കുകാർ ഈശോയെ തേടി വരികയാണ്. അപ്പോഴാണ് ഈശോ പറയുന്നത് മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ സുവിശേഷം 2 തരങ്ങളിലുള്ള ആളുകളിലേക്കും ചെന്നു. അതായത് ജ്ഞാനികൾ ആദ്യം സുവിശേഷം സ്വീകരിച്ച് കൂടുതൽ മഹാജ്ഞാനികളായ മനുഷ്യരായിരുന്നു. ഈശോ ജനിച്ചു എന്നറിയുന്ന സമയത്ത് വന്ന 2 കൂട്ടർ, അത് ഈ സുവിശേഷത്തിൻ്റെ വ്യാപനത്തെക്കുറിച്ചുള്ള സൂചന ആദ്യം തന്നെ നൽകി സുവിശേഷകർ അവതരിപ്പിക്കുന്നതാണ്. ഒന്ന് പാവപ്പെട്ട ആട്ടിടയരാണ്, 2 ജ്ഞാനികളായ മനുഷ്യരാണ്, രാജാക്കന്മാരാണ്. അപ്പോൾ ജ്ഞാനികളിലേക്കും സാധാരണക്കാരിലേക്കും ഒരുപോലെ സ്വീകാര്യമാകുന്ന കാര്യമാണ് സുവിശേഷം എന്നുള്ള സൂചന കൂടെ ഇവിടെ നൽകപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ദൈവരാജ്യത്തെ, നമ്മുടെ വിശ്വാസത്തെ, ഈ ക്രൈസ്തവീയതയുടെ കാണുന്നതെന്നുള്ളതാണ്. അത് രത്നം പോലെ, അത് വയലിൽ ഒളിപ്പിക്കപ്പെട്ട നിധി പോലെ ശ്രേഷ്ഠമായതായിട്ട് നമ്മൾ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റാണ്. ആ പരിചയപ്പെട്ടവന് മൂത്ത മകന് ഈ റോളർ സ്കേറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയുകയാണ്, അതൊരു ഞായറാഴ്ച ആണ് അവരുടെ പരിശീലനം. ആദ്യമൊക്കെ അവർ ശനിയാഴ്ചകൾ, പിന്നീട് അവർ ഞായറാഴ്ചയിലേക്ക് മാറ്റി. അതോടുകൂടി ഞാൻ സ്റ്റോപ്പ് ചെയ്തച്ചാ എന്ന് പറഞ്ഞു. കാരണം വേദപാഠവും പള്ളിയും കാര്യങ്ങളും ഒക്കെ വിട്ടിട്ട് അങ്ങനെ എൻ്റെ മകൻ റോളർ സ്കേറ്റിങ്ങിൽ അതുല്യനാകണ്ട എന്ന് ഞാൻ കരുതി, അത് വേണ്ട എന്ന് ഞങ്ങൾ വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്, ഏതിനാണ് മുൻഗണന, ഏതാണ് അമൂല്യമായി നമ്മൾ കരുതുന്നത് എന്നുള്ളതാണ്. ഒരു വലിയ സിനിമാ നടനോട് ഇങ്ങനെ ചാനൽക്കാർ ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്താണ് ഈ വലിയ എല്ലാവരും വലിയ ആർഭാടപൂർവമായ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നു, താങ്കൾ പക്ഷേ അതൊന്നുമില്ലാതെ ലളിതമായിട്ടുള്ള രീതിയിൽ എന്താണ് വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത്? അദ്ദേഹം അപ്പോൾ പറയുകയാണ്, എന്തിനാണ് ഇതെല്ലാം? ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് എനിക്കെൻ്റെ വിശ്വാസമാണ്. എനിക്ക് മലയാളിയായിട്ടുള്ള ഒരു സിനിമ നടനാണ്. എനിക്കെൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നോക്കുമ്പോൾ ഇതിലൊന്നും വലിയ കാര്യങ്ങളില്ല. എനിക്ക് സമ്പത്തുണ്ട്, പക്ഷെ ഞാനത് മറ്റുള്ളവർക്കായിട്ട് വിനിയോഗിക്കുകയും ചെയ്യുന്നു. എൻ്റെ ആർഭാടങ്ങൾ വർദ്ധിപ്പിക്കാനൊക്കെ ആ സമ്പത്ത് അങ്ങനെ പ്രയോഗിക്കണം എന്ന്, അത്യാവശ്യമുള്ള വണ്ടി വേണം, ഡ്രസ്സൊക്കെ വേണം, അതിലപ്പുറത്തേക്ക് കാര്യങ്ങൾക്ക് എനിക്ക് ചിന്തയില്ല എന്ന് അദ്ദേഹം പറയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കൈത്താക്കാലം 4-ാം ഞായറാഴ്ച ഈ ചിന്തകൾ നമ്മുടെ മനസ്സിനെ ഭരിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞിടയ്ക്ക് ഇങ്ങനെ കുമ്പസാരത്തിന്, കുർബാനയ്ക്ക് പോകാൻ മടിയുള്ള 2-3 കുട്ടികളെ കണ്ടു, വിദ്യാർത്ഥികളെ, യുവാക്കളെ കണ്ടു. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം യഥാർത്ഥത്തിൽ അവരിൽ 1-2 പേര് KCOM-ന്റെ SMIM-ന്റെ പ്രവർത്തകരാണെന്നുള്ള, ഒരാൾ സെക്രട്ടറി കൂടിയാണ്. എന്നിട്ട് അവർ പള്ളിയിലോ ഇതിൽ സംബന്ധിക്കുന്ന, അവർ പരിപാടികളെല്ലാം നടത്തുന്നു, കുർബാനയിൽ സംബന്ധിക്കുന്നില്ല. അത് അകലങ്ങളിലുള്ള കുട്ടികളാണ്. അവർ എതിർച്ചയ അടുത്ത് വന്നതാണ്. അവ കുമ്പസാരിച്ചിട്ട് തന്നെ 4-5 വർഷങ്ങളായിട്ടുള്ള ആളുകൾ. അപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ കാര്യങ്ങളിൽ എത്രമാത്രം അമൂല്യമായിട്ടാണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാനും പ്രാവർത്തികമാക്കാനും പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. Subscribe now and press the bell icon. Never miss an update.